എന്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കായി തന്നതിനാ നീ എന്റെ സർവവും എല്ലാറ്റിലും. പ്രിയ ദൈവജനമേ, ഞാനൊരു സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പകൽക്കാലം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ മോശ വളരെ ഭാരത്തോടുകൂടി ദൈവത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് അയക്കുമാറാക്കല്ലേ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. 2014 എൻ്റെ 2 കുഞ്ഞുങ്ങളും കുടുംബമായി ഡൽഹിയുടെ പട്ടണത്തിൽ കർത്താവ് വിളിച്ച് തന്നിരിക്കുന്ന ദർശനത്തെ പൂർത്തീകരിക്കാൻ ഞങ്ങൾ ഇവിടെ എത്തി. എൻ്റെ 4 മാസം പ്രായമുള്ള കുഞ്ഞും 4 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുമായി ഈ ദേശത്ത് കടന്നു വന്ന് ചെറിയൊരു ഭവനത്തിൽ ഞങ്ങൾ ശുശ്രൂഷ ആരംഭിച്ചു. സഭ ശക്തമായിട്ട് വളർന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ 2018 എൻ്റെ ഇളയ മകൾക്ക് ചെറിയ പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ ഡോക്ടർമാർക്ക് എന്നെ അറിയാം. അവരെന്നെ വിളിച്ചിട്ട് വെളുപ്പിന് 5:30-ക്കും 6-നും മധ്യത്തിൽ സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ട്. പറഞ്ഞു, പാസ്റ്റർ, ഷീ ഈസ് നോ മോർ. നിങ്ങളുടെ മകൾ മരിച്ചുപോയി. എൻ്റെ ഇളയ മകൾ 5 വയസ്സുള്ള സിയോനമോൾ അന്ന് ഈ ലോകം വിട്ടുപോയി. എന്നെ കേൾക്കുന്ന അനേക ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ചില മേഖലകളുണ്ട്. ദൈവം പണമാണോ? ദൈവം വലിയ ബംഗ്ലാവാണോ? ദൈവത്തിൻ്റെ അനുഗ്രഹം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണോ? അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലോകത്തിൽ ഏതെങ്കിലും ഒരു നന്മയാണോ? അല്ല. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ, അത് വലിയ സംഭവമാണ്. കാരണം ഈ ലോകത്തിൽ ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു ഗ്യാപ്പാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ സമയത്ത് ഡോക്ടറിൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞപ്പോൾ സകല ബുദ്ധിയും കവിഞ്ഞ ദൈവിക സമാധാനം എന്നെ ഉച്ചമുതൽ ഉള്ളം കാൽ വരെ നിറച്ചു. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒരുപക്ഷെ നിങ്ങൾ ഭർത്താവിനെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ മക്കളെ കൊണ്ടോ മറ്റെന്തെങ്കിലും ലോക സാഹചര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരും, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചും ആശ്രയിച്ചും ഇതെൻ്റെ നല്ല ഹസ്ബൻഡാണ്, ഇതെൻ്റെ നല്ല ഭാര്യയാണ്, മക്കളാണ്, ഇവരെനിക്ക് വേണ്ടി ഒത്തിരി നമ്മൾ അവരെക്കുറിച്ചൊക്കെ ഒത്തിരി താല്പര്യങ്ങൾ പറയുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ആരുടെയും വേർപാടോ അല്ലെങ്കിൽ ആരുടെയും പല പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ലോകത്തിലെ മനുഷ്യരുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ തരുന്ന ഏതെങ്കിലും ഒരു പണം കൊണ്ടോ ഒന്നും അതിനെ ഫിൽ ചെയ്യാൻ കഴിയത്തില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. ദൈവ സാന്നിധ്യം മരണ അന്തരീക്ഷത്തെ പോലും മധുരമാക്കി മാറ്റും. എബ്രായ ലേഖനം അതാ വിളിച്ചു പറയുന്നത്, മരണത്തെ മധുരമാക്കിയ ദൈവം. ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് വേണ്ടത് ദൈവ സാന്നിധ്യമാണ്. മോശ അതാ പറഞ്ഞു, കർത്താവേ, ഇത്രയും ജനങ്ങളെ നയിക്കാൻ എനിക്ക് വേണ്ടത് ദൈവ സാന്നിധ്യമാണ്, നിന്റെ സാന്നിധ്യം മാത്രമാണ്. ഭാരപ്പെടുന്ന കടഭാരത്തിന് നടുവിൽ, ഭാരപ്പെടുന്ന കുടുംബജീവിതത്തിന് നടുവിൽ, നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിന് നടുവിൽ നിങ്ങൾ ജീവിതത്തോട് ചോദിക്കേണ്ടത് ദൈവിക സാന്നിധ്യമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ആ സാന്നിധ്യ പ്രകാരം നിറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. പരിശുദ്ധനേ ഞാൻ ചേർന്നിടുമോ?